ഹലോ ഡിയേഴ്സ്, ഞാൻ സംഗീത. സെൽഫ് ലവ് ആൻഡ് സെൽഫിഷ് രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് സാമ്യമുള്ള വാക്കുകളായി തോന്നുമെങ്കിലും രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളെയാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് നമ്മളെ മാത്രം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് മാത്രം വരണമെന്ന് ശഠിക്കുകയും നമ്മളെക്കാൾ മറ്റുള്ളവർ ഉയർന്നു കാണുമ്പോൾ അതിൽ അസൂയയും ദേഷ്യവും പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതാണ് സെൽഫിഷ്. എന്നാൽ നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും നമ്മളിലേക്ക് നന്മകളും സൗഭാഗ്യങ്ങളും വരുമ്പോൾ അത് നമുക്ക് മറ്റുള്ളവരിലേക്കും പകർന്നു നൽകണമെന്ന് ആഗ്രഹിക്കുകയും അൺകണ്ടീഷണൽ ലവ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതാണ് സെൽഫ് ലവ്. ഈ പ്രപഞ്ച ശക്തിക്ക്, ദൈവത്തിന് നന്മയുടെ സ്നേഹത്തിന്റെ ഭാഷ മാത്രമേ അറിയൂ. നെഗറ്റീവ്സ് വരും, അതിനെയെല്ലാം മറികടന്ന് പ്രപഞ്ചശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്തും പറയട്ടെ, പക്ഷെ നമ്മുടെ പ്രവൃത്തിയും മനസ്സും എപ്പോഴും ശുദ്ധമാക്കി വെക്കുക. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചിടണ്ട. നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുമ്പോൾ അതിനെ തല്ലിക്കെടുത്താൻ തക്കവണ്ണം വ്യക്തികളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷെ അതിലൊന്നും പതറാതെ നമ്മുടെ പ്രവൃത്തിയിലും നന്മയിലും ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ അതിന്റെ പ്രതിഫലമായി സക്സസ് തന്നെ നമുക്ക് കിട്ടും. ദൈവം അത് തന്നെ നമ്മളിലേക്ക് എത്തിക്കും. അങ്ങനെ എത്തിയേ തീരൂ. അതാണ് യൂണിവേഴ്സൽ ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കഴിക്കുക, നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക. രാവിലെ അരമണിക്കൂർ ഉറപ്പായും നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. സമയമില്ല അതിനൊന്നും എന്ന് പറയുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരായി മാത്രം ഒതുങ്ങി കൂട്ടരുത്. രാവിലെ എന്തായാലും എക്സർസൈസ്, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഇതിനൊക്കെ സമയം കണ്ടെത്തുക. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുക. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ സ്വയം തരം താഴ്ത്തുകയോ കുറ്റപ്പെട്ട് സംസാരിക്കുകയോ ചെയ്യരുത്. നമുക്ക് നമ്മോട് തന്നെ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഇല്ലാത്തപ്പോൾ മറ്റുള്ളവരും നമുക്ക് അത്രയ്ക്കൊക്കെ വില തരും. എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. എനിക്ക് കറുത്ത നിറം ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്നോ അതെനിക്ക് കോൺഫിഡൻസ് തരും, അതുപോലെ തന്നെ വണ്ണം കുറച്ച് തോന്നിക്കാൻ. പക്ഷെ പണ്ടൊക്കെ വിശേഷ ദിവസങ്ങളിൽ കറുത്ത നിറമിടാൻ എന്നെ മുതിർന്ന വീട്ടിലുള്ളവർ സമ്മതിക്കില്ലേ. പക്ഷെ എനിക്കത് കോൺഫിഡൻസും സന്തോഷവും തരുന്ന നിറമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യവും. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മറന്ന് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കായി ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് കഷ്ടപ്പെട്ട് ജീവിച്ച് തീർക്കേണ്ടി വരും. അതേസമയം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് കെയർ ചെയ്ത് പാമ്പർ ചെയ്ത് സെൽഫ് എസ്റ്റീമോട് കൂടി ജീവിച്ചു നോക്കൂ. ഇത്രയും വയസ്സായില്ലേ, ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചിന്തിച്ചിരിക്കുന്നതിന് പകരം നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി അതിനുവേണ്ടി വർക്ക് ചെയ്ത് നോക്കൂ. ഇപ്പൊ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ യൂട്യൂബിലായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാത്തിന്റെയും ഫ്രീ ട്യൂട്ടോറിയൽ കിട്ടുമല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് സെർച്ച് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ് റെഫർ ചെയ്യാം അല്ലെ. മറ്റുള്ളവർ നമ്മുടെ പരിഹസിക്കുമെന്നും കുറ്റപ്പെടുത്തുമെന്നും ഓർത്ത് വിഷമിച്ചിരിക്കാതെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു നീങ്ങി നോക്കൂ. ഉറപ്പായും നമ്മൾ വിജയത്തിന്റെ പാതയിലേക്ക് കടക്കും. അപ്പോൾ ഇവരെല്ലാം പൂച്ചെണ്ടുകളുമായി നമ്മുടെ അടുത്ത് വരും. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ ഒന്ന് മാത്രം കരുതി വെക്കുക, അൺകണ്ടീഷണൽ ലവ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.